إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മുൻ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹിജ്റ പോകാതെ ആ മക്കത്ത് തന്നെ ഐഹികമായ ചില താൽപര്യത്തിന്റെ പേരിൽ മടിച്ചു നിന്നവർ അവർ മുശ്രിക്കീങ്ങളുമായി കൂടിക്കലർന്ന് ജീവിച്ച് ഇസ്ലാമിൽ പല വിട്ടുവീഴ്ചകളും ചെയ്യുകയുണ്ടായി. അത്തരം ആൾക്കാർ വിശ്വാസികളാകുന്നു. അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ഖുർആൻ പറയുന്നില്ല. നോക്കൂ നിങ്ങൾ, എന്നാൽ അതിൽ നിന്നും ചില ദുർബലരായ ആൾക്കാർ ഒഴിവാണെന്നാണ് ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഇല്ലൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാനി, ഇല്ലൽ മുസ്തദ്അഫീന ദുർബലന്മാരായ ആൾക്കാർ ഒഴികെ, മിനർ റിജാലി പുരുഷന്മാരിൽ നിന്നും, വന്നിസാഇ സ്ത്രീകളിൽ നിന്നും, വൽ വിൽദാനി കുട്ടികളിൽ നിന്നും. പലതരം രോഗങ്ങൾ കൊണ്ടും വാർദ്ധക്യം കൊണ്ടും അവശത കൊണ്ടും ദുർബലത ബാധിച്ച് മക്കത്ത് തന്നെ തങ്ങി ഹിജ്റ പോകാതെ ഇരുന്നവർക്ക് അല്ലാഹു അത് ഇളവ് കൊടുത്തിരിക്കുകയാണ്. അവിടെ മേൽ കുറ്റമില്ല. ലാ യസ്തതീഊന ഹീലതൻ, ഒരു ഉപായവും അല്ലെങ്കിൽ ഒരു കൗശലവും അവർ കണ്ടെത്തുന്നില്ല ഹിജ്റ പോകാൻ വേണ്ടി. അങ്ങനെ കുടുങ്ങിപ്പോയവരാണ്. വലാ യഹ്തദൂന സബീല, ഒരു മാർഗവും അവർ കണ്ടെത്തിയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ആ ഹിജ്റ പോകാനുള്ള യാതൊരു മാർഗവും കണ്ടെത്താതെ ഒരു ഉപായവും പ്രകടിപ്പിക്കാൻ കഴിയാതെ മക്കത്ത് തന്നെ കുടുങ്ങിപ്പോയവർക്ക് അല്ലാഹു ഇളവ് കൊടുത്തിരിക്കുന്നു. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫഉലൈക, അപ്പോൾ അക്കൂട്ടർ, അസല്ലാഹു, അല്ലാഹു ആയേക്കാം, അയ്യഅഫുവൻഹും, അവർക്ക് അല്ലാഹു മാപ്പ് നൽകിയേക്കാം. വഖാനല്ലാഹു അഫുവൻ ഗഫൂറ, അല്ലാഹു അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനും അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ആ രൂപത്തിൽ നിവൃത്തിയില്ലാതെ മക്കത്ത് കുടുങ്ങിപ്പോയവർക്ക് യാതൊരു തെറ്റുമില്ല. അവർ അറിഞ്ഞുകൊണ്ടല്ല മദീനത്തേക്ക് ഹിജ്റ പോകാതിരുന്നത്. അതേസമയം മദീനത്തേക്ക് ഹിജ്റ പോകാൻ മടിച്ചുകൊണ്ട് ചില ഐഹികമായ താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ അവിശ്വാസികളുടെ കൂടെ ചേർന്ന ആ മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്നവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല എന്നാണ് അല്ലാഹു ആ ഖുർആനിലൊക്കെയും കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.